Hey dears, welcome to Saya Designs. എൻ്റെ പേര് സാൻഡ്ര. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്റ്റിച്ചിങ് ചാർജ് തന്നെയാണ്. നമ്മൾ ഇതിനു മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതിനകത്ത് ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാത്ത കുറേ ഡ്രസ്സിൻ്റെയൊക്കെ. അപ്പോൾ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്ന് ആവറേജ് ആയിട്ടുള്ള വാല്യൂസ് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ നേരത്തെ ഏറ്റവും കുറവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വില്ലേജ് ഏരിയാസിലേക്ക്. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു 50-ൽ പരം ഡ്രസ്സിൻ്റെ ആണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ഇതുപോലെയാണോ അതോ ഇതിൽ കൂടുതലാണോ കുറവാണോ എന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ഇതിൽ ഇനിയും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ വെച്ചിട്ട് പറയണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ചുരിദാറാണ് കേട്ടോ. ചുരിദാർ ടോപ്പ് വിത്തൗട്ട് ലൈനിങ് 200 ആണ് കേട്ടോ, 200 രൂപ. ചുരിദാർ ടോപ്പ് വിത്ത് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ 300 രൂപയാണ് കേട്ടോ വരുന്നത്. ഇനി അനാർക്കലി മോഡൽ ടോപ്പ് വിത്ത് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ 500 രൂപയാണ് വരുന്നത്. യോക്ക് മോഡൽ ചുരിദാർ വിത്തൗട്ട് ലൈനിങ് നിങ്ങൾക്ക് 350 രൂപ വാങ്ങിക്കാൻ സാധിക്കും. നോർമൽ ബോട്ടം ഉണ്ടല്ലോ, നോർമൽ ബോട്ടത്തിലേക്ക് വരുമ്പോൾ 190 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത്. പിന്നെ ചുരി ബോട്ടം വരുമ്പോഴത്തേക്കും 250 രൂപയാണ് അപ്പോൾ വാങ്ങിക്കുന്നത്. പലാസോ ആണെന്നുണ്ടെങ്കിൽ നോർമൽ 200 രൂപയാണ് പലാസോയുടെ സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് കേട്ടോ. ഇനി സിഗരറ്റ് പാൻറ്റ് നോക്കാം. സിഗരറ്റ് പാൻറ്റിന് 250 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത്. പ്ലീറ്റഡ് സ്കേർട്ടാണ് എന്നുണ്ടെങ്കിൽ 250 രൂപയാണ് വരുന്നത്. പട്ടുപാവാട തയ്ക്കാനായിട്ട് അതിൻ്റെ ബ്ലൗസ് മാത്രം കേട്ടോ, പട്ടുപാവാടയുടെ ബ്ലൗസ് മാത്രം 200 രൂപയാണ് എമൗണ്ട് വരുന്നത്. അടുത്തത് പ്രിൻസസ് കട്ടിൽ വരുന്ന ലോങ് ജാക്കറ്റാണ്, അതിന് 500 രൂപയാണ് എമൗണ്ട് വരുന്നത്. പട്ടുപാവാട ആൻഡ് ബ്ലൗസ് ആ ഒരു സെറ്റിന് 550 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ 450 മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് നമ്മൾ നോർമലായിട്ടുള്ളൊരു സ്റ്റിച്ചിങ്ങിൻ്റെയാണ് ഇത്രയും എമൗണ്ട് വരുന്നത്. ഇതിലെന്തെങ്കിലും മാറ്റമോ അല്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാനോ എന്തെങ്കിലും ചെറിയ അത്യാവശ്യം വർക്കൊക്കെ ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ടിന് മാറ്റം വരും. അത് ഓരോരുത്തർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് എമൗണ്ട് വരുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് സാരി ബ്ലൗസ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. സാരി ബ്ലൗസ് വിത്തൗട്ട് ലൈനിങ് വരുമ്പോൾ 300 രൂപയാണ് എമൗണ്ട് വരുന്നത്. സാരി ബ്ലൗസ് വിത്ത് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ 450 രൂപയാണ് എമൗണ്ട് വരുന്നത്. സാരി ബ്ലൗസ് നോർമൽ പാഡഡ് ആണെന്നുണ്ടെങ്കിൽ 550 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഇനി സാരി ബ്ലൗസിൻ്റെ തന്നെ കുറച്ച് വെറൈറ്റീസ് നോക്കാവേ. സാരി ബ്ലൗസ് പ്രിൻസസ് കട്ട് ആണെന്നുണ്ടെങ്കിൽ 550 രൂപയാണ് എമൗണ്ട് വരുന്നത്. പ്രിൻസസ് കട്ട് വിത്ത് ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ, വേസ്റ്റ് ബെൽറ്റ് ഉണ്ടല്ലോ, ബെൽറ്റ് ആണെന്നുണ്ടെങ്കിൽ 600 രൂപയാണ് എമൗണ്ട് വരുന്നത്. പ്രിൻസസ് കട്ട് ബ്ലൗസ് പാഡഡ് ആണെന്നുണ്ടെങ്കിൽ 700 രൂപയാണ് കേട്ടോ. സിംഗിൾ കട്ടോരി വിത്തൗട്ട് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ 400 രൂപയാണ് എമൗണ്ട് വരുന്നത്. വിത്ത് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ 550 രൂപയാണ് വരുന്നത്. സിംഗിൾ കട്ടോരി തന്നെ പാഡഡ് ആണെന്നുണ്ടെങ്കിൽ 650 രൂപ വരെ നമുക്ക് എമൗണ്ട് വരുന്നുണ്ട്. ഈ ഒരു ചാർജ് തന്നെ എല്ലാവരും വാങ്ങിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ഇത് പല സ്ഥലത്തും ചിലപ്പോൾ 10 രൂപയോ 20 രൂപയോ അല്ലെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യം എമൗണ്ട് കൂടുതലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവാം. അത് ഓരോരുത്തരും വാങ്ങിക്കുന്ന എമൗണ്ടാണ്. ചിലപ്പോൾ ചിലർ നന്നായിട്ട് തയ്ക്കുമെങ്കിലും അവരുടെ അടുത്ത് റേറ്റ് കുറവായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കും കൂടെ ആ ഒരു എമൗണ്ട് തന്നെ വാങ്ങിക്കേണ്ട അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ എല്ലാവർക്കും നന്നായിരിക്കും. ചിലർ എത്ര തയ്ച്ചെന്ന് പറഞ്ഞാലും അവർ എമൗണ്ട് കൂട്ടി വാങ്ങിക്കത്തില്ല. എത്ര വർഷമായാലും അവർ ആ ഒരു സെയിം ചാർജ് തന്നെ വാങ്ങിക്കും. അപ്പോൾ അവരുടെ ആ ഒരു വർക്കിനും കൂടെ ഉള്ളൊരു വില അവിടെ കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളെന്തായാലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എത്ര നന്നായിട്ട് തയ്ക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാലും അവരുടെ ആ ഒരു എഫേർട്ടിന് അവിടെ വാല്യൂ കിട്ടുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും ഒന്ന് ചിന്തിക്കണം കേട്ടോ. അത് പ്രത്യേകിച്ച് വില്ലേജ് ഏരിയയിലുള്ളവരാണ്. നിങ്ങളൊരു ജോലി ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കൂലി നമ്മൾ വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കും കൂടെ നന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് ഡബിൾ കട്ടോരി
വിത്തൗട്ട് ലൈനിങ് ആണ്. 450 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഡബിൾ കട്ടോരി വിത്ത് ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ 600 രൂപയാണ് എമൗണ്ട് വരുന്നത്. ഡബിൾ കട്ടോരി പാഡഡ് ആണെന്നുണ്ടെങ്കിൽ 700 രൂപയാണ് എമൗണ്ട് വരുന്നത്. അടുത്തത് 6 പാനൽ സ്കേർട്ട് വിത്തൗട്ട് ലൈനിങ് 200 രൂപ, വിത്ത് ലൈനിങ് 400 രൂപ. അംബർല സ്കേർട്ട് വിത്തൗട്ട് ലൈനിങ് 250 രൂപയാണ്, വിത്ത് ലൈനിങ് ആകുമ്പോൾ 400 രൂപയാണ്. യൂണിഫോം സ്കേർട്ട് 250 രൂപ, യൂണിഫോം ഷർട്ട് 250 രൂപ, യൂണിഫോം കോട്ട് 400 രൂപ, യൂണിഫോം പാൻറ്റ് 400 രൂപ. കിഡ്സിൻ്റെ ഫ്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 350 മുതലാണ്. വർക്കിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. കിഡ്സിൻ്റെ മെഡി ആ ഒരു സെറ്റായിട്ട് 500 രൂപയാണ്. നൈറ്റി യോക്ക് മോഡലാണെന്നുണ്ടെങ്കിൽ 175 രൂപയാണ്. നൈറ്റിയൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈറ്റി തന്നെ വെറൈറ്റീസ് പറയാവേ. ഇനി നൈറ്റി ചുരിദാർ കട്ടാണെന്നുണ്ടെങ്കിൽ 150 രൂപ. മെൻസിൻ്റെ ഷർട്ട് 350 രൂപ. മെൻസിൻ്റെ തന്നെ കുർത്ത 450 രൂപ. പിന്നെ കുട്ടികളുടെ നോക്കാം. ബേബി ബോയിയുടെ കുർത്തയാണെന്നുണ്ടെങ്കിൽ 200 രൂപയാണ് എമൗണ്ട് വരുന്നത് കേട്ടോ. ഇതൊക്കെ ചെയ്യുന്ന വർക്കിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഞാനൊരു ആവറേജ് വാല്യൂ ആണ് പറയുന്നത് കേട്ടോ. ഇനി പില്ലോ കവർ, അതൊക്കെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പില്ലോ കവറിൻ്റെ ഒരു സെറ്റിന് 100 രൂപയാണ് സ്റ്റിച്ചിങ് ചാർജ് വരുന്നത് കേട്ടോ. ഫിറ്റഡ് ബെഡ്ഷീറ്റിന് 120 രൂപയാണ് എമൗണ്ട് പറയുന്നത്. സാരി പൈപ്പിംഗ് അറ്റാച്ച് ചെയ്യാനായിട്ട് 200 രൂപയാണ് പറയുന്നത്. ഷോളിന് ബോർഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 150 രൂപയാണ്. 4 സൈഡും കൂടെയാണ് കേട്ടോ അത് വരുന്നത്. 150 രൂപ. അടുത്തത് നൈറ്റി ഡബിൾ സ്റ്റിച്ചിങ് ആണെന്നുണ്ടെങ്കിൽ 75 രൂപ. ഒരു ടോപ്പ് സിമ്പിളായിട്ട് ജസ്റ്റ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 75 രൂപ. സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 70 രൂപ. നൈറ്റിയുടെയൊക്കെ സിബ്ബ് പോയിട്ട് നമ്മളതൊന്നും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുമല്ലോ, അതിന് 50 രൂപ. ടവലിൻ്റെയൊക്കെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 50 രൂപയാണ് എമൗണ്ട് പറയുന്നത്. ഇനി സിമ്പിളായിട്ട് ഒരു ഗൗൺ അല്ലെങ്കിൽ ഒരു ഫുൾ ഫ്രോക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടിങ് എമൗണ്ട് വരുന്നത് 1000 രൂപയാണ്. അതിൻ്റെയൊക്കെ വർക്കിനനുസരിച്ചിട്ടും പിന്നെ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എമൗണ്ട് വരുന്നതാണ് കേട്ടോ. ബേബി ബോയിയുടെ റോംബർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 350 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. സിമ്പിൾ സ്റ്റിച്ച് ആയിരിക്കും, 350 രൂപ. ഇനി കഫ്താൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 200 മുതൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. കഫ്താൻ എന്ന് പറയുമ്പോൾ ലെങ്ത് ഉള്ളതുണ്ട്, ലെങ്ത് കുറവുള്ളതുണ്ട്, വെറൈറ്റി ടൈപ്പ് ഓഫ് കഫ്താൻ ഉണ്ട്. അതിൽ ചിലപ്പോൾ ലേസൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് വലിയ രീതിയിലൊക്കെ ചെയ്യാനായിട്ട് അത്യാവശ്യം വർക്കൊക്കെ കൊടുത്ത് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1000 എബവ് പോകുന്ന കഫ്താൻസും ഉണ്ട്. സ്റ്റിച്ചിങ് വളരെ എളുപ്പമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും അതിൽ വരുന്ന വർക്കിനനുസരിച്ചിട്ട് എമൗണ്ട് മാറുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 50+ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ കമൻറ്റിൽ തന്നെ റിപ്ലൈ ചെയ്യാം, അതായിരിക്കും ബെറ്റർ. ഇപ്പോൾ അത്യാവശ്യം ഡ്രസ്സിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.